കോൺഷ്യസ് സെഡേഷൻ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ടേംസിൽ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? സോ ആസ് എ ഡെൻറ്റൽ സർജൻ കോൺഷ്യസ് സെഡേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരുവിധം ഡെൻറ്റൽ ക്ലിനിക്കുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്ര അവൈലബിൾ അല്ലാത്തൊരു ഫെസിലിറ്റി ആയതുകൊണ്ടാണ് ഈ ഒരു ടെർമിനോളജി കേൾക്കുമ്പോൾ പലർക്കും എന്താണെന്ന് മനസ്സിലാവാത്തത്. പൊതുവേ ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ പേഷ്യൻസിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേദന എടുക്കുമോ, അല്ലെങ്കിൽ ഈ സൗണ്ട് എല്ലാം കേൾക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ ആവുമോ എന്നുള്ളൊരു പേടിയാണ്. പേഷ്യൻറ്റിനെ ഏറ്റവും കംഫർട്ടബിൾ ആക്കി റിലാക്സ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ടെക്നിക്കാണ് കോൺഷ്യസ് സെഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതൊരു മെഡിക്കലി കൺട്രോൾഡ് സംഭവമാണ്. അതായത് ഇപ്പം നമ്മൾ സാധാരണ ഒരു പേഷ്യൻറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് ബോധം കെടുത്തുകയാണെങ്കിൽ നോർമലി അത് ജനറൽ അനസ്തീഷ്യ എന്ന് നമ്മൾ പറയും. അതല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സൈറ്റിലേക്ക് മാത്രം നമ്മളൊരു പെർട്ടിക്കുലർ അനസ്തീഷ്യ കൊടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ലോക്കൽ അനസ്തീഷ്യ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ജനറൽ അനസ്തീഷ്യയും ലോക്കൽ അനസ്തീഷ്യയും തമ്മിൽ ബ്രിഡ്ജ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ പറഞ്ഞ കോൺഷ്യസ് സെഡേഷൻ എന്ന് പറയുന്നത്.